ചില ഭക്ഷണവിശേഷങ്ങൾ ഇങ്ങനെയാണ്. അതായത് നമ്മൾ അവിടുത്തെ രുചി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ വീണ്ടും തേടി പിടിച്ച് അവിടെ തന്നെ നമ്മൾ ചെല്ലും. അങ്ങനെ ഒരു സ്പോട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. നോർത്ത് പറവൂരുള്ള സംസം ഹോട്ടൽ. ഇവിടുത്തെ ഈ കാണണ നല്ല മസാല ചേർന്ന നല്ല ടേസ്റ്റുള്ള മസാല കോട്ടിങ് ചെയ്ത് വരണ ഇവിടുത്തെ ബീഫ് റിബ് മന്തി. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഭക്ഷണ വിശേഷം ഇവിടുത്തെ ബീഫ് റിബ് മന്തി തന്നെയാണ്. നമ്മൾ ഒരിക്കൽ വന്ന് ചെയ്തേക്കണതാണ് വീഡിയോ. അത് കണ്ടിട്ട് ഒരുപാട് നമ്മളുടെ സുഹൃത്തുക്കൾ പോയി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് അവർക്കൊക്കെ നല്ലൊരു അഭിപ്രായം വരും, നല്ല ടേസ്റ്റുള്ള നല്ല ഐറ്റം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ സാലഡ് വന്ന് അതിൻ്റെ ഒപ്പം ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു ചട്നി ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു ചമ്മന്തി പുളിയൊക്കെ ആയിട്ടുള്ളത്, പിന്നെ മയോണൈസ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളിത് ഓർഡർ ചെയ്ത് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് റിബ് മന്തി നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തൊരു മൊഞ്ചാണെന്നറിയോ. എനിക്ക് ഈ ഒരു ബീഫ് മന്തിക്ക് ഇതിലൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇവരുടെ ഈ ഒരു മസാലയാണ്. ശരിക്കും അതിൻ്റെ മുകളിൽ ചെറിയ ജീരകം, അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് അവർ ചേർക്കണം മസാല, കാഷ്നട്ട്, അങ്ങനെ എന്തോ സംഗതികളൊക്കെ അതിൻ്റെ മുകളിൽ കോട്ടിംഗ് ആയിട്ട് ഉണ്ട്. ആ ഒരു മസാലയിൽ നിന്ന് നമ്മൾ ആ ഒരു ബീഫ് ഇങ്ങനെ കിള്ളിയെടുക്കുമ്പോണ്ടല്ലോ ശരിക്കും ആവി പറക്കണ നല്ല ചൂടുണ്ട് കേട്ടോ. എന്തായാലും പ്ലേറ്റിലേക്ക് നമുക്കൊരു ഇച്ചിരി റൈസ് ഇടാം. ഒരു കയ്യിലും കൂടി വേണം എന്തായാലും ഈ ഒരു ബീഫ് മന്തിയുടെ ഒപ്പം നല്ല റൈസും കൂടി ആകുമ്പോൾ ശരിക്കും നമുക്ക് അടിച്ച് കയറ്റാൻ പറ്റും. എന്തായാലും കുറച്ച് ഭക്ഷണമാണെങ്കിലും ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ് നമ്മളുടെ പോളിസി. ചൂട് കാരണം ഉണ്ടല്ലോ ആ ഒരു ബീഫിൻ്റെ കഷ്ണം കിള്ളിയെടുക്കാൻ പറ്റണില്ല, നല്ല ചൂടുണ്ട്, കൈ പൊള്ളണ രീതിയിലുള്ള ചൂടുണ്ട്. എന്തായാലും ഫസ്റ്റ് എടുത്ത പീസ് ഒരു നെയ്യ് വരണ ഒരു പീസായിരുന്നു. രണ്ടാമത് നമ്മൾ എടുത്തത് നല്ല ഒരു സോഫ്റ്റ് മീറ്റ് വന്ന ഒരു പീസുമായിരുന്നു. അതെന്തായാലും നമ്മൾ മിക്സ് ചെയ്ത് ആ റൈസിൻ്റെ ഒപ്പം കൂട്ടി നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തേലും ഒരു ഇച്ചിരിയും കൂടി നല്ല ടേസ്റ്റായിട്ടുണ്ട്. പിന്നെ അതേ മയോണൈസ് നമ്മൾ ആ ഒരു മീറ്റിലേക്ക് ആ ഒരു മസാലയുടെ മുകളിലേക്ക് ഒന്ന് ഇറ്റിച്ച് ഇങ്ങനെ കൊടുക്കണം. ഇതുപോലെ അങ്ങോട്ട് ഇറ്റിക്കണം. എന്നിട്ട് ഈ ഒരു മീറ്റുമായിട്ട് അതൊന്ന് കുതിരണ രീതിയിലാവണം. അങ്ങനെ ആ മയോണൈസും മീറ്റും ഒക്കെ കൂടി ഒന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായി നിൽക്കുന്ന ടൈമിൽ അതിൽ നിന്നൊരു പീസ് നമ്മൾ കിള്ളി ഇങ്ങനെ എടുക്കണം. അതായത് നല്ല രീതിയിൽ ആ ഒരു സോഫ്റ്റ്നെസ് കൂടി നിൽക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ ആ ഒരു ചൂടുള്ള മീറ്റും ആ മയോണൈസിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ നമ്മളുടെ ആ റൈസും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതായത് അതിൻ്റെ എല്ലാ ടോപ്പിലുള്ള രുചിയും നമ്മുടെ നാവിലേക്ക് എത്തും. ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ചടിക്കണം. സംഗതി അടിപൊളി ഒരു ബീഫ് റിബ് മന്തിയാണ്. എനിക്ക് തോന്നുന്നു പറവൂർ ഏരിയയിൽ അല്ലെങ്കിൽ ഈ എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്തികളിൽ ഒന്നാണ് സംസം ഹോട്ടലിലെ ഈ ഒരു ബീഫ് റിബ് മന്തി. എല്ലാത്തിനും ടോപ്പ് ഈ മന്തിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ ഒരു ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു മന്തി കൂടിയാണ്. എന്തായാലും അടിപൊളി ഒരു ജ്യൂസും കുടിച്ചതിന് ശേഷം നമ്മൾ സംസം ഹോട്ടലിനോട് ടാറ്റ പറഞ്ഞു. അപ്പോൾ ബൈ.